ശിഷ്യത്വത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെയാണ് താഴ്മ വെളിപ്പെടേണ്ടത്. സ്തോത്രം. ഗുരുവിന്റെ കീഴിലിരിക്കുന്ന ശിഷ്യന് മാത്രമേ താണിരുന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് ആർക്കും താണിരിക്കാൻ പറ്റത്തില്ല. അവർക്കെല്ലാം അറിവുകൾ കാണും. പക്ഷെ അതിനപ്പുറത്ത് ഗുരുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ അറിവുകളെ പകർന്നെടുക്കുവാൻ തക്കവണ്ണം ഒരു താഴ്ന്ന മനോഭാവം കാണിക്കുന്ന വ്യക്തിയിലേക്കാണ് ഹല്ലേലൂയ അറിവിന്റേതായിട്ടുള്ള അംശങ്ങൾ പകരപ്പെടുന്നത്. ഇനി ഞാൻ പറയട്ടെ, യേശു കർത്താവിന്റെ കാലത്ത് യേശു താഴ്മയെ കുറിച്ച് പറയുമ്പോൾ താഴ്മ എന്ന് പറഞ്ഞൊരു കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അന്നും ഇന്നും. സ്തോത്രം. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ വചനത്തിനകത്ത് കാണുന്ന താഴ്മയുള്ളവർ അവരവരെ കുറിച്ച് ചിന്തിച്ചവരായിരുന്നില്ല, അതിനപ്പുറത്ത് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നവരായിരുന്നു. എത്ര ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ ശിഷ്യന്മാർക്ക് യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്നിട്ടും താഴ്മയുടെ മനോഭാവം ലഭിക്കുവാനിടയായില്ല. കാരണം യേശു കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ പോകുന്നതിന്റെ അന്ന് രാത്രി അന്ത്യ അത്താഴം കഴിക്കുന്നതിന് മുൻപ് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നമ്മുടെ യാത്രയിൽ നിങ്ങൾ എന്തുകൊണ്ട് തർക്കിച്ചു? എന്തിനാ അവർ തർക്കിച്ചതെന്നറിയാമോ? ഞങ്ങളിൽ ആരാകുന്നു വലിയവനെന്ന്. യേശുവിന്റെ കൂടെ നടന്ന് അവന്റെ ശിഷ്യത്വത്തിനകത്ത് വളർന്നു വന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിനകത്ത് താഴ്മ നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നത്. അവരുടെ അരുമനാഥൻ, അവരുടെ ഗുരു, അവരുടെ റബ്ബി, അവരേറ്റവും സ്നേഹിച്ചവൻ, അനുഗമിക്കുവാൻ തക്കതായിട്ടുള്ള ആ ജീവിത രീതി അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയവൻ അല്പസമയം കൂടെ കഴിയുമ്പോൾ ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായ കാൽവറിയിൽ യാഗമാകും. അതിനു മുൻപ് ശിഷ്യന്മാരുമായി അവന്റെ വേദനകൾ പങ്കിടുകയാണ്. അവൻ വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അവർക്ക് ഇതൊന്നും കേൾക്കുവാൻ ഇപ്പൊ പറ്റുന്നില്ല. കാരണം അവരുടെ ചിന്ത എന്തായാലും യേശു പോകാൻ പോവുക, ഇനി അപ്പുറത്ത് അടുത്ത നേതാവായിട്ട് വരേണ്ടത് ആരാണ്? സ്തോത്രം. ഇന്നത്തെ ലോകത്ത് നാം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിനകത്തും ക്രിസ്തീയ സഭകൾക്കകത്തും ഏറ്റവും നാം കാണുന്ന മൂല്യച്യുതിയാണ്. യേശു തന്റെ അരയിൽ തുവർത്തു ചുറ്റി തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാലുകൾ കഴുകി. സ്തോത്രം. എന്തൊരു ഹ്യൂമിലിറ്റി അല്ലേ. ഹല്ലേലൂയ. യേശുവിന് എന്തെല്ലാം പറയുവാൻ അധികാരങ്ങളുണ്ടായിരുന്നു? യേശുവിന് പറയാമായിരുന്നു, ഞാനാണ് ലോകത്തിന്റെ രക്ഷിതാവ്, ഞാൻ ദൈവമാണ്. ഹല്ലേലൂയ. വന്നാൽ വചനം പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണ ലോകത്തേക്ക് വന്ന് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി അക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. അക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ആ കർത്താവിന്റെ ശിഷ്യന്മാർ പിന്നത്തേതിൽ ഈ താഴ്മ പഠിച്ചു. ആ ശിഷ്യത്വം വളർന്നു വരികയാണ്. അവർ താഴ്മ പഠിച്ച് നമുക്കത് കാണിച്ചു തന്നു. മത്തായി സുവിശേഷം എഴുതുമ്പോൾ അവിടെ പത്രോസിനെയും അന്ത്രയോസിനെയും കുറിച്ച് എഴുതുന്നുണ്ട്. വളരെ വ്യക്തമായി അവിടെ ശുശ്രൂഷകളെ പുകഴ്ത്തി കാണിക്കുന്നുണ്ട്. എന്നാൽ അവനെ തന്നെ എഴുതി ചുങ്കക്കാരനായ മത്തായി. ഓ ഹല്ലേലൂയ. നാം നമ്മെ കുറിച്ച് പറയുവാണെങ്കിൽ എന്തോ പറയും? ഞാൻ ഏറ്റവും ശ്രേഷ്ഠൻ, ഞാൻ എന്റെ പേരിന്റെ മുമ്പിൽ പലതും ചേർത്ത് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എന്നെ ആരെങ്കിലും ഒന്ന് റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ആകെപ്പാട് ഇറിറ്റേറ്റഡ് ആകും. ഹല്ലേലൂയ. ഇതാണ് സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവിതം. എന്നാൽ വചനത്തിൽ യേശുവുമായി ബന്ധിക്കപ്പെട്ടവർ, യേശുവിനെ സ്നേഹിക്കുന്നവർ, യേശുവിന്റെ കൂടെ നടക്കുന്നവർ അവരുടെ ജീവിതത്തിനകത്ത് അവരെ മറന്ന് അതിനപ്പുറത്ത് തന്റെ കൂടെ നിൽക്കുന്നവരെ ഉയർത്തി കാണിക്കുവാനിടയായിത്തീരും. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയുന്നു? മത്തായി പറയുക, ഞാൻ ചുങ്കക്കാരനാണ്. ഇനി അടുത്തത് മർക്കോസിന്റെ സുവിശേഷം നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ ജെറോം എന്ന് പറഞ്ഞ പണ്ഡിതൻ ഇപ്രകാരമാണ് പറയുന്നത്, ഇത് പത്രോസിന്റെ ഓർമ്മക്കുറിപ്പുകളാണ്. മർക്കോസ് എഴുതിയെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ ഓർമ്മക്കുറിപ്പുകളായ മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പത്രോസിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ ഭാഗം ശ്രദ്ധിക്കണം. കാരണം ഇത് പത്രോസിന്റെ ഓർമ്മക്കുറിപ്പുകൾ പത്രോസിന്റെ അനുവാദത്തോടുകൂടി അത് പ്രസിദ്ധീകരിച്ചതാണ്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ അവിടെ പത്രോസിന്റെ ജീവിതത്തിനകത്തെ പരാജയങ്ങളാണ് മുഴുവൻ കാണിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ എന്തോ എഴുതും, ഒരു പുസ്തകം എഴുതുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പരാജയം എഴുതി വെക്കുവോ? നമ്മൾ മാക്സിമം നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാനേ നോക്കത്തുള്ളൂ. നമ്മൾ മാക്സിമം നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് നല്ലത് പറയാനേ ശ്രമിക്കത്തുള്ളൂ. നമ്മുടെ കുറവുകളൊന്നും നമ്മൾ ആരോടും പറയാറില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നോക്ക്, പത്രോസ് എഴുതി വെച്ചിരിക്കുമ്പോൾ അവൻ യേശുവിനെ തള്ളിപ്പറയുന്നത് പറയുന്നു, യേശുവിനെ പ്രാകുന്നത് പറയുന്നു. ഹല്ലേലൂയ. അവന് വേണമെങ്കിൽ പറയാമായിരുന്നു, കടലിന്റെ മുകളിൽ കൂടെ അവൻ നടന്ന കാര്യങ്ങൾ പറയാമായിരുന്നു. പക്ഷേ അവൻ എഴുതിയ ഓർമ്മക്കുറിപ്പിൽ അത് പറയുന്നില്ല. അതിനപ്പുറത്ത് ഹല്ലേലൂയ യേശുവിനെ തള്ളിപ്പറഞ്ഞത് അവൻ എഴുതി. ഒരു പാപിയാണെന്നുള്ള കാര്യം അവൻ വ്യക്തമായി ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇനി ഒന്ന് ചിന്തിച്ചേ, ശിഷ്യത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നൊരു കാര്യമുണ്ട്. അവിടെ ശിഷ്യനല്ല വലുത്, അതിനപ്പുറത്ത് തന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന ഗുരുവാ വലുത്.